കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലെ മുഖ്യപ്രതി ശേഖർ കുമാറിനെതിരെ തെളിവുകൾ ശേഖരിച്ച വിജിലൻസ്. ശേഖർ കുമാറിന് ഉടൻ നോട്ടീസ് നൽകും. അതേസമയം കൈക്കൂലിപ്പണം ഉപയോഗിച്ച പ്രതികൾ ഭൂമി വാങ്ങിയെന്നാണ് വിവരം. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയായ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. ശേഖർ കുമാറിനെതിരെ ED ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും വിജിലൻസിനോട് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ED ആവശ്യപ്പെട്ടിട്ടില്ല. അതേസമയം കൈക്കൂലി പണം ഉപയോഗിച്ച് പ്രതികൾ ഭൂമി വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിലെ പ്രതികളായ മോഹൻ മുരളി പുത്തൻവേലിക്കരയിൽ 1.5 ഏക്കർ ഭൂമി വാങ്ങിയെന്നും ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് നായർ കൊച്ചി സിറ്റിയിൽ വീട് വാങ്ങിയെന്നും വിജിലൻസ് കണ്ടെത്തി. 20 കോടിയോളം രൂപ ED ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കൈക്കൂലിയായി തട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോർമാറ്റ് ചെയ്ത അവസ്ഥയിലാണുള്ളതെന്നും ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. പരാതിക്കാരന്റെ മൊഴി പ്രകാരമാണ് ഒന്നാം പ്രതിയെ FIR-ൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. പരാതികൾ നമുക്ക് ഫോൺ വിളിച്ച് പരാതി പറഞ്ഞവരുണ്ട്. പിന്നെ മറ്റു രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്ത് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ED കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് വൻ തുകകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെന്ന് കാണിച്ച് നിരവധി പരാതികളാണ് വിജിലൻസ് ഓഫീസിലേക്ക് എത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.